മറ്റുള്ളവർ നമ്മെ വിഷമിപ്പിച്ച കാര്യം ഓർമ്മയിൽ വരുമ്പോൾ അവർ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം ഓർത്ത് വിഷമം മറന്നേക്കുക. നിങ്ങൾക്ക് വിജയം ലഭിക്കാൻ വേണ്ട ആഗ്രഹം വളരെ ഉയർന്നതായിരിക്കട്ടെ. ഉദ്ദേശവും ലക്ഷ്യവും ഇല്ലാത്ത പരിശ്രമവും ധൈര്യവും അപൂർണമാണ്. തോൽവിയിൽ പോലും ധീരത കാട്ടുന്നവർ ഒരിക്കൽ അന്തസ്സായി വിജയിക്കുന്നത് കാണാം. ഓരോ മനുഷ്യനോടും അവൻ്റെ മനസ്സിലാക്കുവാനുള്ള കഴിവിനനുസൃതമായി സംസാരിക്കണം. ജീവിതം ഒന്നേ ഉള്ളൂ, അത് തോൽപ്പിച്ചവരുടെ മുന്നിൽ ജയിച്ചു കാണിക്കാനുള്ളതാണ്. ആഗ്രഹങ്ങളോ തീരുമാനങ്ങളോ അല്ല, സന്ദർഭങ്ങളാണ് മനുഷ്യൻ്റെ വിധി നിർണയിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങൾക്ക് നേരെ കല്ലെറിയുന്നെങ്കിൽ നിങ്ങൾ അവയെ നാഴികക്കല്ലുകളാക്കി മാറ്റുക. നിങ്ങൾക്ക് ഒന്നാമനാവണമെങ്കിൽ ബാക്കി 99 പേരും ചെയ്യാൻ തയ്യാറല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. ഇന്നലകൾ ഓർമ്മകളായി, നാളുകൾ പ്രതീക്ഷകളുമാണ്. ജീവിതമെന്നത് ഇന്നാണ്. എല്ലാം നല്ലതിനാണ്. ചില കാര്യങ്ങൾ നല്ലതിനല്ല എന്ന് തോന്നുന്നുവെങ്കിൽ അല്പം കാത്തു നിൽക്കുക. ചോദ്യം ചെയ്യാതെ വികാരങ്ങൾക്ക് കീഴടങ്ങുക എന്നതാണ് ഏറ്റവും വലിയ അടിമത്വം. തെറ്റ് മനസ്സിലാക്കാനും അത് തിരുത്താനും അനാവശ്യമായത് നിരസിക്കാനുമുള്ള കഴിവാണ് പക്വത. ഉറച്ച തീരുമാനത്തോടെ എഴുന്നേൽക്കുക, തികഞ്ഞ സംതൃപ്തിയോടെ ഉറങ്ങുക. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക, അത് മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് സ്വയം വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടാകൂ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ തകർന്നു പോകരുത്, കാരണം അവരുടേത് അഭിപ്രായങ്ങൾ മാത്രമാണ്, യാഥാർത്ഥ്യങ്ങളല്ല. ശാന്തമായ മനസ്സിൽ നിന്നേ മികച്ച തീരുമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ശുഭാപ്തി വിശ്വാസം നമ്മുടെ ജീവിതത്തെ വിജയത്തിൽ എത്തിക്കും. ലോകത്തിൻ്റെ മുഴുവൻ സ്നേഹം കൈവരാൻ ഒന്നു മാത്രം മതി, ആരെപ്പറ്റിയും മോശമായി പറയാതിരിക്കുക. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനും കഴിയും. ഇന്നലകൾ വീണ്ടെടുക്കാനാവില്ല, പക്ഷേ നാളെ ജയിക്കണോ തോൽക്കണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയില്ല, എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം.